എല്ലാവർക്കും അറിയാം STQC എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പം ഇന്ത്യയിൽ ഉണ്ട്. അതായത് സ്റ്റാൻഡർഡൈസേഷൻ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. അത് ഏപ്രിൽ 2026 തൊട്ട് നമുക്ക് STQC അപ്രൂവ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ മാത്രമേ ഇനി ഇന്ത്യയിൽ വിൽക്കാൻ പാടുള്ളൂ. സോ ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു മാർക്കറ്റ്, അതായത് ഇപ്പൊ നമ്മുടെ ഫോൺ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു ഫോണിനകത്ത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഉടനെ അതിനകത്ത് ആഡ് വരും. അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമ്മൾ ആരോടെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ അതിന്റെ ആഡ്സ് കാണാൻ പറ്റും. സോ അതുപോലെ അതിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു സാധനമാണ് CCTV. സോ ഇതിൽ ഒരു ചിപ്പ് സെറ്റ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ അനലൈസ് ചെയ്ത് അത് ആർക്ക് വേണേലും എങ്ങനെ വേണേലും അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്ക് എന്താണ് ആവശ്യം, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർമെന്റ് എന്താണ്, നമ്മുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ്, നമ്മുടെ ബിസിനസ് മോഡൽ എങ്ങനെയാണ്, ഇതെല്ലാം മീൻസ് ഈവൻ ചൈനീസ് ആയിട്ടുള്ള ആപ്പുകൾ വെച്ചിട്ടാണെങ്കിൽ അവർക്ക് ഇതിന്റെ സെർവറിൽ ഇതിന്റെ ഡേറ്റാസ് കിട്ടും. അത് വെച്ച് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് വളരെ ഒരു പ്രൈവസി പ്രശ്നമാണ്. സോ അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ ഒരു BIS സർട്ടിഫിക്കേഷൻ കൂടാതെ STQC സർട്ടിഫിക്കേഷൻ ഇപ്പൊ എല്ലാ ക്യാമറകൾക്കും വേണം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്.